പ്രവാസ ലോകത്തെയും കേരളത്തെയും ഒക്കെ ഒരുപോലെ നടുക്കിയ കുവൈറ്റ് ദുരന്തം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ നാട്ടിലും അത് എപ്പോൾ എവിടെ ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നാണ്. അതായത് മറ്റൊരു അപകടകരമായ ദുരന്തം തന്നെയാണ് കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. അതിന് വഴിവെക്കുന്നതാകട്ടെ കേരളത്തിൽ ജോലി ചെയ്യാനും മറ്റും എത്തിയിരിക്കുന്ന അതിഥി തൊഴിലാളികൾ എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് ഇവർ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ പലപ്പോഴും ഇവർ നേരിടുന്ന ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് നമ്മുടെ അധികാരികളൊക്കെ തന്നെ. പല അന്യസംസ്ഥാന ക്യാമ്പുകളിലും 10 പേർക്ക് താമസിക്കാവുന്ന മുറിയിൽ 30-40 പേർ ചേർന്ന് താമസിക്കുന്നതൊക്കെ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇത്രയും സൗകര്യവും സജ്ജീകരണവും ഒക്കെ ഉള്ള കുവൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ അധികം താമസമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പെരുമ്പാവൂരിലും കോട്ടയം ജില്ലയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ തന്നെ നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഇവർക്ക് യാതൊരു അടിസ്ഥാന സൗകര്യം ഇല്ലാതെ തന്നെയാണ് ഇവരുടെയൊക്കെ താമസം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് എല്ലായിടത്തും ഇവർ തിങ്ങി ഞെരുങ്ങി പാർക്കുകയാണ്. അതായത് ഇവിടെ എല്ലാം തന്നെ ഇവരുടെ ജീവിത സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി തന്നെയാണ് ഇവർ താമസിക്കുന്നത്. എന്നാൽ ഇവരെ ജോലിക്കായി എടുത്തിരിക്കുന്നവരാകട്ടെ ഇവരുടെ താമസ സൗകര്യത്തിനായി യാതൊരു തരത്തിലും സുരക്ഷ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇവരെ താമസിപ്പിക്കുന്നതിന് മലയാളികൾ വീടിൻ്റെ ടെറസിലും അടുക്കള മുറ്റത്തും ചെറിയ തരത്തിലുള്ള മുറികളൊക്കെ പണിതു കൊടുത്താണ് ഇവരെ താമസിപ്പിക്കാറ്. എന്നാൽ ഈ ഒറ്റമുറി താമസത്തിന് വാങ്ങുന്ന വാടകയിൽ ഒരു കുറവും മലയാളികൾ വരുത്തുന്നില്ല. ഒരാളിൽ നിന്ന് പോലും 4000-5000 ഒക്കെ വാടക ഇനത്തിൽ ഇവർ വാങ്ങിക്കും. എന്നാൽ ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം പോലും കെട്ടിട ഉടമകൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നാണ് വിവരങ്ങൾ. ഇത്തരം സാഹചര്യത്തിൽ എപ്പോഴാണ് ഒരു തീപിടുത്തം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തം ഉണ്ടാവുക എന്നത് പോലും നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കേരളത്തിൻ്റെ പോക്കെന്ന് വേണം പറയാൻ. കുവൈറ്റിലെ തീപിടുത്തം തന്നെ ലോകം ഒന്നടങ്കം ഞെട്ടലോടെ തന്നെയാണ് കാണുന്നത്. എന്നാൽ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിന് സമാനമായി തന്നെ വലിയ തീപിടുത്തം ഏത് സമയത്തും അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ക്യാമ്പുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തൊക്കെ ഏത് സമയത്തും ഉണ്ടാകാമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്കിടയിൽ ഉണ്ടാകുന്നതെന്നും വ്യക്തമാകുന്നു. എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കാണുന്നത് വാക്കിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയായി തന്നെ മാറുകയാണ്. ഇവരുടെ താമസവും സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കേണ്ട ലേബർ വകുപ്പ് പോലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇവർക്ക് താമസമൊരുക്കുന്ന വീട്ടുടമകളാണെങ്കിലോ തുച്ഛമായ സൗകര്യങ്ങളൊക്കെ നൽകി വലിയ തുകയൊക്കെയാണ് ഇവരുടെ പക്കൽ നിന്ന് കൈപ്പറ്റുന്നത്. 100-ലേറെ ആളുകളാണ് ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നത്. ആ ക്യാമ്പുകളൊക്കെ തന്നെ നമുക്ക് പായിപ്പാടൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതായത് പെരുമ്പാവൂരും മറ്റിടങ്ങളിലും സ്ഥിതികളൊക്കെ ഇത് തന്നെയാണ്. മതിയായ സൗകര്യങ്ങളോ എന്തിനേറെ പറയുന്നു ശുദ്ധജലമോ പോലെ ഇവർക്ക് കിട്ടാറില്ല. ഇത്തരം ക്യാമ്പുകൾ പരിസരവാസികൾക്കുണ്ടാകുന്ന ദുരിതമാണെങ്കിൽ അത് വേറൊന്നാണ്. ക്യാമ്പുകളിൽ നിന്ന് പരിസരത്തേക്ക് ഒഴുകുന്ന മാലിന്യങ്ങളും പരിസരവാസികളുടെ ജീവിതം പോലും നരകതുല്യമാക്കുന്നു. വസ്ത്രം അലക്കുന്നതിനോ ഭക്ഷണം പാകം ചെയ്യുന്നതിനോ ഒരു തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല. താമസിക്കാൻ കിട്ടുന്ന മുറിയിൽ തന്നെയാണ് ഇവർ എല്ലാം ചെയ്യുന്നത്. കൂടാതെ കിടപ്പ് മുറിയിൽ ഇവർ മണ്ണെണ്ണ സ്റ്റൗ വരെ ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ് ഏറെ ഭയാനകമാകുന്ന ഒന്ന്. ഇതെല്ലാം തന്നെ എന്തെല്ലാം അപകടങ്ങൾക്കാണ് വഴിവെക്കുക എന്നതുപോലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അതായത് സൗകര്യമില്ലായ്മ കൊണ്ട് ഇവർ നേരിടുന്ന വെല്ലുവിളികളിൽ അതിതീവ്ര പകർച്ചപ്പനിയും ത്വക്ക് രോഗങ്ങളടക്കം ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. ഇത്തരം സൗകര്യമില്ലായ്മ കൊണ്ട് ഇവർ നേരിടുന്ന വെല്ലുവിളികളിൽ അതിതീവ്ര പകർച്ചപ്പനിയും ത്വക്ക് രോഗങ്ങളും മറ്റ് അസുഖങ്ങളൊക്കെ തന്നെ ഇവർക്ക് പിടിപെടാറുണ്ട്. ദിവസവേതനത്തിന് പണിയെടുക്കുന്നവരാണ് ഏറെയും അന്യസംസ്ഥാന തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്നതൊക്കെ വളരെ കുറവാണ്. ചെറിയ ക്ലിനിക്കുകളിൽ പോയി മരുന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി മരുന്നുകൾ വാങ്ങി കഴിക്കുന്നവരുമാണ് ഇവരൊക്കെ. ഇവരെ ജോലിക്കായി കൊണ്ടുപോകുന്നവരും ഇക്കാര്യത്തിലൊന്നും തന്നെ വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല. ഇതെല്ലാം അസുഖങ്ങൾക്ക് കാരണമാവുകയും പെട്ടെന്ന് ഇത് മറ്റുള്ളവരിലേക്ക് പകരാനുമൊക്കെ ഇടയാക്കും. എന്നാൽ ഇത്തരത്തിൽ അസുഖം ബാധിച്ചവരുടെ കണക്കുകളോ അല്ലെങ്കിൽ ഇവരെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകളോ ഒന്നും തന്നെ സർക്കാരിലുമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് എല്ലുമുറിയെ പണിയെടുക്കുമ്പോഴും ദുരിതത്തിൽ കഷ്ടപ്പെടുകയാണ് അതിഥി തൊഴിലാളികൾ എന്ന് വേണം പറയാൻ. അതായത് നിലവിൽ ഇതേ സാഹചര്യം, അതായത് കുവൈറ്റിൽ നടന്ന അതേ സാഹചര്യം തന്നെ ഒരുപക്ഷെ കേരളത്തിലും സംഭവിക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.